ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. സൗണ്ടിന് ചെറുതായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, അത് നമുക്ക് ശരിയാക്കാം. ഞാൻ വിചാരിച്ച എന്നെ തെറി പറയാൻ വരുവാണെന്ന്. 2-3 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഈ തെണ്ടി വന്നിട്ട് തന്നാന്ന് പറയാൻ വരുവാണ്. അല്ല, കൊടുത്തത് ഞാൻ തന്നെയാണ്. ഇവൻ തന്നെ തന്നത്. പനി പനിച്ചിട്ടുമുണ്ട്. അതാണ്, നല്ല കട്ട പനിയായിരുന്നു. എന്റെ പൊന്നെ, ഇപ്പോഴും ശരിയായി വരുന്നേ ഉള്ളൂ. അതിന്റെ ഭാഗമാണത്. ഞാൻ മര്യാദക്ക് പറഞ്ഞ എനിക്ക് പനിയാന്ന്, ഒരു കുഴപ്പമില്ലാന്ന് പറയും. പനിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നീ നേരെ ഇങ്ങോട്ട് കയറി പോന്നാ മതി പറയും. ജോലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്, അത്രേ ഉള്ളൂ. അല്ല പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും കട്ട മത്സരം തുടങ്ങല്ലേ? എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. ഇന്നൊരു വ്യക്തിയിൽ പിടിക്കാം. ഓക്കെ ഓക്കെ. ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടന്റെ കിഴി കൂടുതൽ കിട്ടുന്നവർ വിജയിക്കുന്നതാണോ പരാജയപ്പെടുന്നതാണോ? കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടുന്ന വിജയം മാത്രമേ ഉള്ളൂ. പരാജയത്തിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും പോകുള്ളൂ. അതാ കളിച്ചിട്ട് അത് എപ്പോഴെങ്കിലും കളിക്കുള്ളൂ. എപ്പോഴും അങ്ങനെ കളിക്കാൻ പറ്റും. പരാജയമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായും. ഓക്കെ, ടൈല് തുടങ്ങുകയാണേ. തീരുമാനമായി. തീരുമാനമായി. ഫസ്റ്റ് വൺ. ഓക്കെ. പടക്കളം ഇത് കളിക്കളം. പടക്കളം സിനിമയുടെ ഒഫീഷ്യൽ ട്രയലാണ്. നാളെ 10 മണിക്ക് വരും കേട്ടോ. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തിയിട്ട് സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മനു സ്വരാജ്. മെയ് 8-നാണ് കേട്ടോ സിനിമ റിലീസിനെത്തുന്നത്. ഓക്കെ, അടുത്തത്. എനിക്ക് കിട്ടിയ പടക്കളല്ലേ, അല്ലാതെ ലാലേട്ടന്റെ സിനിമ കണ്ടിയൊന്നല്ലോ. പിന്നെ എന്തിനാണ് എനിക്ക് ഇത്ര ജാട? അത് നിന്നോട് തന്നെ നീ ചോദിക്കേണ്ട ചോദ്യമാണ്. ഉത്തരം കിട്ടി. എന്നിട്ട് ഉത്തരം കിട്ടി. ബുദ്ധനും സ്വാമിയും ഒക്കെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത ഉത്തരം എനിക്ക് കിട്ടി. എന്താണെന്നറിയോ? എന്താണ്? ജാടന്റെ അല്ല, ഈ സൗണ്ട് പോയതിന്റെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ച് തോന്നിയേക്കാം. അതായത് നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് കരുതിയിട്ട് എക്സ്പ്രഷനിലൂടെയും ആംഗ്യങ്ങളിലൂടെയൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കുന്നത്. ഓക്കെ, സുമതി വളവ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. വിഷ്ണു ശശിശങ്കർ ഡയറക്റ്റ് ചെയ്ത് അർജുൻ അശോകൻ നായകനായിട്ട് എത്തുന്ന സിനിമയാണ്. അഭിലാഷ് പിള്ളയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടീച്ചർ ഒന്ന് കാണാം. 58 സെക്കൻഡ് ആണ് കേട്ടോ. 1:1. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പാടില്ല. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ നായികയാണ് മമ്മൂക്ക. നല്ല ആഗ്രഹമാണല്ലോ, പക്ഷെ നടക്കില്ല. അടി തുടങ്ങി. ഈ അത് പാടില്ല കേട്ടോ. ഒരാൾ തേച്ചു എന്ന് കരുതി, അല്ലെങ്കിൽ നോ പറഞ്ഞെന്ന് കരുതി ആരും പോയി വള്ളടി തുടങ്ങരുത്. അങ്ങനെ കള്ളു കുടിക്കുന്നവരാണോ കേരളത്തിലെ ആൺപിള്ളേര്? വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എപ്പോഴും പാടില്ല. നമ്മളെല്ലാം അന്തസ്സായിട്ട് മാറി കരയുന്നു. അവളല്ലേലും ചത്തല്ലേ? ചത്ത സുമതിയെ വിളിച്ചു നിർത്തി നമ്മളൊന്നുകൂടി കൊല്ലും. അപ്പോ മരിച്ച ആളെയാണോ പ്രേമിക്കുന്നത്? പ്രേമിക്കുന്ന ആളുടെ പേര് സുമതി തന്നെയാണ്. അങ്ങനെ തന്നെയാണോ മരിച്ച ആളെ പ്രേമിക്കുന്നത്? അതോ പ്രേമിക്കുന്ന സമയത്ത് ആള് നോ പറഞ്ഞു, അതിന് ശേഷം ആള് മരിച്ചു കഴിഞ്ഞു? അങ്ങനെ ആയിരിക്കൂല. ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. കൊള്ളാട്ടോ, നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ടല്ലോ. രസമുണ്ടല്ലേ? കൊള്ളാട്ടോ. അപ്പം സംഭവം വരട്ടെ. അപ്പൊ നമ്മള് കാത്തിരുന്നുള്ള മുതലുണ്ടല്ലേ. വിളിച്ചു വരുത്തുന്ന കേട്ടോ സുമതിനെ. പോയിട്ട് കള്ളു കുടിച്ചിട്ട് പൂസായിട്ടേ കട കയറിയിട്ട് വിളിച്ചു വരുത്ത. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടാവൂല, കുടുങ്ങിയിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞാ പിന്നെ പണിയാണ്. അവസ്ഥയാണ് തോന്നുന്നു. എന്താണെങ്കിലും അതത്ര നല്ല വളവല്ല. അതാണ് വരുത്തുന്ന വളവ് നല്ല വളവല്ല. 2 പെടലുകളും കൂടി സൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ, അടുത്ത കിഴി. LIK ലവ് ഇൻഷുറൻസ് കമ്പനി. സിനിമയുടെ 2 ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്.
പ്രദീപ് രംഗനാഥനാണ് ഇതിൽ നായകനായി വരുന്നത്. Yes. കൃതി ഷെട്ടി നായിക. Okay. നയൻതാര അതിലൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അറിഞ്ഞൂടാ, ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, മേ ബി. അതെ. അടുത്തത് മണ്ടാടി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. രാവിലെ അനൗൺസ്മെന്റ് ആയിരുന്നു, വൈകുന്നേരം ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. നായകനാവുന്ന സിനിമയാണ്. മതിമാരൻ പുകഴേന്തി ആള് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി യേസ് സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. വിജയ് സേതുപതി, മക്കൾ സെൽവൻ വിജയ് സേതുപതി നായകനാവുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 23. പൊളി. അടിപൊളി ഒരു പോസ്റ്ററും. സത്യം ഗംഭീര സാധനമാണ്. ആറുമുഖമുള്ള കുമാർ ആളാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ. ആരായിരുന്നു നായിക? ആഷിക രംഗനാഥോ? ആരായിരുന്നു ഇപ്പോൾ? ആരായിരുന്നു അത്? നോബഡി. അടുത്ത കിഴിയാണത്. നോബഡി ലൊക്കേഷൻ സ്റ്റില് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടത്. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്നത് അടുത്ത മാസം പകുതിയോടെ തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ പറ്റും. നമ്മുടെ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പൃഥ്വിരാജ് തകർത്ത ആടുമായിരിക്കും. എന്തായാലും റോഷാക്കിന് ശേഷമുള്ള നിസാം ബഷീർ മൂവി അല്ലേ, മറ്റൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കും, പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അടുത്ത കിഴി മരണമാസ് സിനിമയുടെ ഹാപ്പി ഈസ്റ്റർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ അത് കാണേണ്ട മുതല, അതാണ് അതിനകത്തെ ഹൈലൈറ്റ് കാമിയോ. ഞങ്ങള് ചിരിച്ചൊരു വഴി അതാണ്. അതെന്താ ചിരിക്കാൻ കാരണം എന്താണെന്നറിയോ? അതെന്താ പറയുന്നത്? അല്ല ശരിയാ, ഇവരാളെ വിട്ടിട്ടല്ലേ ഉള്ളൂ. ശരിയാണ്, സീന് പറഞ്ഞിട്ടില്ലല്ലോ. സീനല്ല, എന്നാലും ആ കഥയിലെ ആ ഒരു സാധനം പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഒരു രസം കണക്ഷൻ കിട്ടാൻ അവർ കാണുമ്പോ കിട്ടിക്കോളൂ. കാണുമ്പോ കിട്ടിയാൽ മതി സ്പോയിലർ അടിക്കണ്ട. അതായത് ഇതുവരെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഞാൻ അതിന്റെ ഡയലോഗൊക്കെ പറഞ്ഞേനെ, ഭയങ്കര രസമാണ് അവിടുത്തെ സമയത്തെ സംസാരം. അത് ഞാൻ വേറെ ഡയലോഗ് പറയുന്നില്ല, പക്ഷെ അത് ടോവിനോയും നമ്മുടെ ബേസിലും ഇവര് തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ബന്ധമുണ്ടല്ലോ, അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഡയലോഗ്. നല്ല ആഴമുണ്ട്, ആഴുണ്ടായിരുന്നു അതിന്. ആ ആഴത്തിലും നീ എന്നെ വെറുതെ വിടും. ആഴത്തിലേക്ക് പോകും. അത് ടോവിനോ മരിച്ചാലും നീ എന്നെ വെറുതെ വിടും. കുഴിയുടെ ആഴം, ഇത് കിഴിയുടെ ആഴം. കിഴിയുടെ ആഴത്തിലേക്ക് പോകും. എന്നാ കിഴിയുടെ ആഴത്തിൽ നിന്ന് എന്റെ ഒരാഴത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാധനം ഞാൻ തരാം. അഖണ്ഡ 2. യെസ്. എന്താണ് ഇത് ആഴത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന അഖണ്ഡ 2 ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ പൂജ കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. യെസ്. ഇതിന്റെ OTT റൈറ്റ്സ് ചോദിക്കുന്നത് എത്രയാണെന്ന് അറിയാം? 100 കോടി ചോദിക്കും. ഞങ്ങളെ അഖണ്ഡ വേറെ ലെവലായിരുന്നു, ഞങ്ങൾ ഇറക്കി വിട്ടത്. ഇയാളുടെ കുറച്ച് പടങ്ങൾ എടുത്തു നോക്കി, എല്ലാം 100 കോടിയുടെ മുകളിലാണ് സിനിമ, തിയേറ്ററിൽ മാത്രം. പിന്നെ OTT മറ്റതും മറിച്ചെല്ലാം കൂടി വേറെ ബിസിനസ്. അത്രക്കും എന്താ പറയാ, പൊട്ടൻഷ്യൽ ഉണ്ട്, അത് കിട്ടുകയും ചെയ്യും. ചോദിക്കുന്നത് കൊടുക്കാം. എന്നാലും OTT അവകാശത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ആണെന്നുള്ളതാണ് കേട്ടത്. നെറ്റ്ഫ്ലിക്സ് തൂക്കാൻ സാധ്യത കൂടുതലാ. അല്ല, നെറ്റ്ഫ്ലിക്സ് ആണ് അങ്ങനെ വലിയ പരിപാടിയൊക്കെ. ആമസോൺ കുഴപ്പമില്ല. അല്ല, ദാർക്കൊക്കെ അവരല്ല എടുത്തത്. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. അപ്പം എന്തായാലും തൂക്കും. ആ റേഞ്ചിലേക്കുള്ളതൊക്കെ പിടിക്കണമെങ്കിലേ എന്തായാലും 100 കോടിയൊക്കെ ചോദിക്കുമ്പോഴേ അത് ആമസോൺ എടുക്കും തോന്നുന്നുണ്ടോ? അത്രയൊക്കെ പറയാൻ പറ്റില്ലല്ലേ, എടുക്കായില്ല. പക്ഷെ റേഞ്ചിൽ കിട്ടും. നെറ്റ്ഫ്ലിക്സ് പിടിച്ചാ പിന്നെ മറ്റുള്ളവർക്ക് പിടിപെടേണ്ടി വരും. അതാണ് നീരാളി പിടിച്ച ഒരു പിടുത്തമുണ്ട്. അടുത്ത കിഴി എമ്പുരാൻ. എന്താണ് നമ്മുടെ മത്സരം? എന്തായിരുന്നു മത്സരം? മലയാളമല്ലേ ഏറ്റവും കൂടുതൽ? നീ മറന്നോ അറിയാൻ ചോദിച്ചതാ. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഇതെനിക്ക് അറിയാവുന്നതാ, എങ്ങനെ വന്നാലും കറക്കി കുത്തിയാലോ അങ്ങോട്ട് എത്തുള്ളൂ. ഞാൻ ആൾറെഡി പറഞ്ഞിട്ടില്ലേ 2025 രണ്ടുപേർക്ക് സ്വന്തം, ലാലേട്ടന്റെയും സ്വന്തമാണെന്ന്. പക്ഷെ എത്ര ടൈം വരെ ഉണ്ട്? ഹാഫ് ടൈം വരെ കിട്ടുമായിരിക്കും. നോക്കാം നമുക്ക്. എന്തായാലും 325 കോടി വേൾഡ് വൈഡ്, തിയേറ്ററിക്കലും അതുപോലെ ബിസിനസ്സും കൂട്ടിയിട്ട് 325 കോടി ആയി എന്നുള്ളതാണ് ഇവരുടെ
പുതിയതായിട്ട് വന്നിരിക്കുന്ന പോസ്റ്റർ അത് 30 ദിവസം കൊണ്ട് 30 അതായത് ഇതിന്റെ കളക്ഷൻ എത്ര നേടി എന്ത് എന്നുള്ളതൊക്കെ പോട്ടെ, അത് നിങ്ങൾ എന്താ പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കാം. ഓക്കെ, പക്ഷെ ഈ സിനിമ ഇറങ്ങിയിട്ട് 30 ദിവസമായി എന്നുള്ള തള്ളു അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പോകില്ല. അതാണ് ഇതാരാ ഇത് ആരോടാ ഇത്? ഈ 20 ദിവസം അടിച്ചത് മാറിപ്പോയതാണോ, 30 ആയതാണോ, അതോ 30 ദിവസത്തിലേക്ക് നേരത്തെ അടിച്ചു വെച്ചതായിരുന്നോ, പോസ്റ്റ് ചെയ്തത് പാളിപ്പോയതാണോ, എന്താ സംഭവിച്ചത്? ആകെ മാർച്ച് 27 സിനിമ റിലീസ് ചെയ്യുന്നത്. മാർച്ച് 27 4 31 4 ദിവസം. ഇന്നത്തേക്ക് ഇന്ന് ഏപ്രിൽ 19 4 എത്ര 23 ദിവസം. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയ്യോ, അതിൽ തന്നെ ആ ഒരു പോസ്റ്ററിന്റെ വിശ്വാസത പോയില്ലേ? ഈ ജെനുവിനിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായില്ലേ ഇപ്പൊ തന്നെ. 30 ദിവസത്തെ പോസ്റ്റർ എന്ന് പറഞ്ഞത് അതും ആശീർവാദൊക്കെയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യണത്? എന്തൊരു കോമഡി. കളക്ഷൻ നമ്മള് വിശ്വസിച്ചു. അല്ല നമ്മള് എന്റെ പൊന്നളി ഇത് മൊത്തം ഒന്നും മിണ്ടണ്ട. ഇത് നമ്മള് പറഞ്ഞിട്ടായിപ്പോ എന്തിനാണ് വെറുതെ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഈ പോസ്റ്ററിലുള്ള അതേ കണക്ക് തന്നെയാണല്ലോ അത് 30 ദിവസം കൊണ്ട് എന്നുള്ളത്. അതെ, 30 ദിവസം കൊണ്ട് ആയെങ്കിൽ അതായിക്കോട്ടെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത്ര ദിവസം വേണ്ടല്ലോ, 24 ദിവസം കൊണ്ട് തന്നെ അത്ര അടിച്ചു എന്ന് കരുതിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ സിനിമ റിലീസായിട്ട് 30 ദിവസം ആയി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ട് കലണ്ടർ. ഇത് എന്താന്നറിയോ എനിക്ക് തോന്നിയത് കേട്ടോ, ഇത് കൂട്ടത്തിൽ വിളിക്കുന്ന തന്നെ ശരിക്കും ഈ മോഹൻലാൽ ഫാൻസിട്ട് ഊക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ആള് തന്നെ. ഇത് ഇട്ടുകൊടുത്ത അതെ സത്യം. ഇവരിത് സ്ഥിരം പരിപാടിയാണ്. ലൂസിഫർ സിനിമ 200 കോടി അടിച്ചു എന്ന് പറഞ്ഞ് തള്ളിട്ട ടീമാണ്. അതേ പരിപാടി തന്നെയാണ് ഇപ്പോഴും. ഈ തള്ളിക്കോട്ടേന്നേ ഒരു മയത്തില് അല്ലെങ്കിൽ ഒരു കണക്കുകളിലെങ്കിലും ഇതൊരു സത്യം വേണ്ടേ? കുറച്ചെങ്കിലും അത് കണക്ട് ചെയ്യണ്ടേ? ഒരു 25 കുറച്ചെങ്കിലും ഒന്ന് കറക്റ്റ് ആവണ്ടേ? ഒരു 25 ദിവസം എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ചിലപ്പം ശരിയാണ് ഏകദേശം കണക്കൂട്ടി 25 ദിവസം ആയിട്ടുണ്ടാവും. വളരെ മോശം കേട്ടോ. ഇതുകൊണ്ട് എന്താന്നറിയ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അയാൾക്ക് ചീത്തപ്പേരുണ്ടാവുന്നത്. ഒന്നും അറിയാത്ത അയാളുടെ തലയിൽ ഇതൊക്കെ കയറുള്ളൂ. അല്ലാണ്ട് എന്താ സംഭവിക്കുക? ഭയങ്കരം തന്നെ, കഷ്ടം തന്നെ. അല്ലെങ്കിൽ ആരെ ബോധിപ്പിക്കാൻ അതൊക്കെ നിങ്ങൾ അല്ലേ? കാരണം ബിസിനസ് ഫിഗർ എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു, അതിന്റെ കഴിഞ്ഞ്. അതുകൊണ്ടല്ല OTT 24-ാം തീയതി വരുന്നത്. ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനൊരു ബിസിനസ് ഫിഗർ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ളത് കുറച്ചൊന്ന് കയറ്റി വെക്കുക, അത്ര തന്നെ. ഇത് നല്ല കയറ്റി വെക്കല വെച്ചത്, ഏതായാലും നല്ല വെക്കല വെച്ചത്. അത് ലാലേട്ടനിട്ടും ആശീർവാദിനിട്ടും പൃഥ്വിരാജിനിട്ടും എല്ലാവർക്കും ഇട്ടും. അത് ആ ഫുൾ ടീമിന്റെ ഫോട്ടോയും വെച്ചാ കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും നല്ല വെപ്പ വെച്ച് കൊടുത്തേക്കുന്നത്. ഏതായാലും ശ്രദ്ധിക്കാഞ്ഞിട്ടാൽ ഇതൊക്കെയല്ലേ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. അടുത്ത റെട്രോ സിനിമയെ കുറിച്ച് ഡയറക്ടർ നമ്മുടെ കാർത്തിക് സുബ്രാജ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടു, ഔട്ട്പുട്ട് ഗംഭീരമായിട്ടുണ്ട് എന്നാണ് കാർത്തിക് സുബ്രാജ് പറഞ്ഞിട്ടുള്ളത്. ആള് പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് സൂര്യക്കും പൂജ ഹെഗ്ഡെക്കും വേണ്ടി മാത്രം, അതായത് കാത്തിരുന്നൊരു സ്റ്റോറിയാണ് എന്ന് സിനിമയായി തോന്നിപ്പോയി. പിന്നെ അത് മാത്രമല്ല, മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഓഡിയൻസും ഇത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരും ഹാപ്പി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഹാപ്പി ആകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വരട്ടെ. എന്തായാലും ഒഫീഷ്യൽ ട്രയലുകൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊത്തം പരിപാടി ടോട്ടൽ അല്ലേ? മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അതായത് കട്ട് നമ്മുടെ അൽഫോൺസ് പുത്രനാണ്. പിന്നെ സൂര്യയുടെ ലുക്ക് കാര്യങ്ങൾ എല്ലാം. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു കൊട്ടങ്ങ ചൊരിഞ്ഞിട്ടുണ്ട് സത്യം. പക്ഷെ ചെന്നിരിക്കുന്നവരെല്ലാരും മികച്ച താരങ്ങളാണ്. അതാണ് അവിടുത്തെ ഒരളവ് പോലെ ആയിരിക്കും തമിഴും മലയാളം തമ്മിലുള്ള. ആരൊക്കെയാണ് പെർഫോമൻസിന്റെ ബേസിൽ ആരൊക്കെ കേറി പോകുന്നുള്ളത് നോക്കാം. ഈ ജയറാമിന്റെ ലുക്ക് കണ്ടിട്ടേ നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ശങ്കർ ആയിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പാണ് കൊണ്ടുപോയി ആലയ്ക്ക് ആകെ വൃത്തിയേടാക്കി നമ്മുടെ കയ്യിൽ തരും. പക്ഷേ കാർത്തിക് സുബ്രാജ് അത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അതിനകത്ത് ഇന്നലെ ആ ട്രെയിലറിൽ ഇട്ട ഒരു സാധനം തന്നെ അത് തന്നെ അതിന്റെ എന്താ വേറെ കാര്യം, ജയറാം എന്ന് പറഞ്ഞ നടന്റെ ഒരു ഈ കോമഡി ഒക്കെ ചെയ്യുന്നതിലുള്ള റേഞ്ച് ഉണ്ട്. ആ സാധനം ഇന്നലെ അതിനകത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുപോയിരുന്നു.
ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു സാധനം കാണിച്ചു തരുന്നത്. അതെ. അങ്ങേരൊക്കെ മലയാളത്തിൽ നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇന്നും പിന്നെ ആ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അങ്ങോട്ടങ്ങ് പോകും, അവിടെ തന്നെ ഇരിക്കും. കാരണം അത് ജയറാമിന് ശേഷമാണ് ദിലീപൊക്കെ ആ പട്ട ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതെ. അത് ജയറാമിന്റെ കഴിവുകേട് തന്നെയാണ് നമ്മൾ പറയുള്ളൂ, അതെ. നിലനിർത്തി കൊണ്ടുപോയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ കാർത്തിക് സുബ്രാജ് യൂസ് ചെയ്യും, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. യെസ്. ഉറപ്പാണ്. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, എന്നാലും ആ 30 ദിവസത്തെ അതിൽ കടിച്ചു തൂങ്ങി അത് മനസ്സിലിങ്ങനെ കിടക്കാടാ. ഇത്രയും ബോധമില്ലാത്തവരാണോ അവരെന്നുള്ളത്? ബോധമില്ലാഞ്ഞിട്ടൊന്നല്ലേ. ഓക്കെ, അടുത്ത കിഴി DQ ലേറ്റസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയാൻ വരികയായിരുന്നു. ആ കുഴപ്പമില്ല, മറ്റേ ശ്രീലങ്കൻ അല്ലേ? അത് ശ്രീലങ്കയിൽ നിന്ന് എടുത്തൊരു പുതിയ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതേ എയറോസ്റ്റേസിന്റെ കൂടെയുള്ള ഒരു പിക്കാണ്. ആളിപ്പോൾ ശ്രീലങ്കയിലാണ്. ഏതോ പടത്തിന്റെ പരിപാടിയാ തോന്നുന്നു. ഒക്കത്താര, ആകാശംലോ ഒക്കത്താര. കൊള്ളാം. ഒക്കത്ത് നല്ലൊരു കുരു അതിടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്. അടുത്തത് കേസരി ചാപ്റ്റർ 2 സിനിമ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത് 7.84 CR ആണ് കേട്ടോ. ഇത് ഇന്ത്യൻ നെറ്റാണ്. യെസ്, മികച്ച അഭിപ്രായമാണ് നേടുന്നത് സിനിമ, വളരെ മികച്ച അഭിപ്രായമാണ്. എന്തായാലും അക്ഷയ് കുമാറിന്റെ ഒരുപാട് മോശം സിനിമകൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പം ശരിക്കും ഒരു തിരിച്ചുവരവ്, നല്ല സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ അക്ഷയ് കുമാറിന്റെ പാഡ്മാനും അങ്ങനത്തെ കുറേ സിനിമകൾ, ഗംഭീര സിനിമകൾ, ആ ലെവലിലേക്ക് ആള് വീണ്ടും തിരിച്ചെത്തി എന്നുള്ളത് തന്നെയാണ്. ആള് കുറച്ച് ഡിവോഷണൽ പരിപാടി കുറച്ച് കൂടുതൽ പിടിച്ചു, നോളത്തരം കൂടിപ്പോയി, അതാണ് പറ്റിയത്. അതിലാണ് ആകെ കയ്യിൽ നിന്ന് പോയത്. എന്തായാലും ഇപ്പോൾ സെറ്റ്. ഇനി ഇത് കയ്യിൽ നിന്ന് പോവാതെ നോക്കുക അല്ലേ, അങ്ങോട്ട്. അതെ, എന്തായാലും അയ്യോ കണ്ണപ്പ ലെഫ്റ്റ് അടിച്ചു പോയി ചാറ്റിൽ നിന്ന്. അതൊരു സത്യമാണല്ലോ അല്ലേ, കണ്ണപ്പ അടപ്പുണ്ട്. കണ്ണപ്പ അവിടെ അത് ട്രോള് വാങ്ങാനുള്ള സാധനമാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റർ ഉണ്ട്. എന്റെ മോനെ ഞാനത് കണ്ട് ചിരിച്ചിരിച്ചൊരു വരിയായി. ഓക്കെ, അടുത്ത കിഴി ബസൂഖ. മമ്മൂക്കയുടെ ബസൂഖ സിനിമയുടെ സെക്കൻഡ് വീക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗംഭീര ലുക്കാണ്. യെസ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതും തിയേറ്ററിൽ ഇരുന്നിട്ടുണ്ട്, ഇരുന്നിട്ട് കാലും കൂടി ഈ പോസ്റ്റർ കൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഇരിക്കുക മാത്രല്ല ചെയ്താ 2 കാലും കൂടെ നീട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇരുന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇനി കുറച്ച് മണ്ണിടുക, മൂടുക. അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതില്ലാന്ന് പറയരുത്, അതില്ലാന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ അതിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞാണ്. അത് വേറെ, ഇത് വേറെ. അത് തിയേറ്ററിൽ എന്താ എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലോ. അതാണ്, അത് ആ ഒരു വ്യത്യാസം ഉണ്ട്. പക്ഷെ കേൾക്കുമ്പോ വിചാരിക്കും അവന്മാരിപ്പോ അതിന് നെഗറ്റീവ് പറയാൻ തുടങ്ങി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും അല്ല, നമുക്ക് ആ സിനിമ നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സിനിമ. നമ്മുടെ റിവ്യൂ എന്താണ് അത് തന്നെയാണ്, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമല്ല. എന്താണെങ്കിലും ഇനിയൊന്നും കാര്യമില്ല. ഇനിയൊന്നും എണീക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തന്നെയല്ലേ. അല്ല, അന്ന് തന്നെ ഇരുന്നിട്ടുണ്ട്, പിറ്റത്തെ ദിവസം തന്നെ ഇരുന്നു. പക്ഷെ എന്നാലും പിടിച്ചുല്ലേ, എന്നാലും മുട്ടുമേലായിരുന്നായിരുന്നു. 25 കോടിയിൽ പിടിച്ചുട്ടോ. പിന്നെ മാക്സിമം കുഴപ്പമില്ല. കുറച്ചു നാളും കൂടി ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 കോടി മുടക്ക് മുതൽ 10 ആയിരിക്കും. 10 കോടി കിട്ടിയാലും ഡിസാസ്റ്റർ തന്നെ. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, മുടക്ക് മുതൽ 10ലേക്ക് വരും. പിന്നെ കളക്ഷനും ബാക്കിയെല്ലാം കൂടി ഒരു 10-20 ഒക്കെ അടുത്തങ്ങ് എത്തിക്കും, അവറേജ് വിജയമായിക്കൊണ്ടേ. പക്ഷെ ഇപ്പം നടക്കൂല, പോയി കയ്യിൽ നിന്ന് പോയിക്കണ്. അപ്പൊ പോവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അടിച്ചു പൊളിക്കാം നാളെ. തകർക്കി.